ഹായ്, നമസ്കാരം. നിങ്ങൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണോ? അത് ലഹരിയാണ് എന്ന് അറിഞ്ഞിട്ടും? ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? എന്തായാലും ഇന്ന് വേൾഡ് ഡ്രഗ് ഡേ ആണ്, ലഹരി വിരുദ്ധ ദിനാണ്. ഞാൻ ഡോക്ടർ ധർമ്മരാജാണ്. വെൽക്കം ടു മൈ ചാനൽ ഡീസ് ലിമിറ്റ്. ഈ ലഹരി എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും രസകരമായ ഒരു കാര്യമാണത്. എന്തും ലഹരിയാവാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക എപ്പോഴും ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ നമ്മൾ പല പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, അതൊക്കെയാണ് ലഹരി എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളെ അടിമയാക്കുന്ന എന്ത് കാര്യം ലഹരിയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണോ എന്നുള്ളത്. അത് നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതും മൊബൈൽ ഫോണിലാണ്. വളരെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ അഡിക്ഷനാണ് ഇപ്പോൾ ലോകം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അഡിക്ഷൻ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്കും അത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കും. അത് അവരൊന്ന് ശാന്തരാക്കി നിർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണത്. ഒരു ഡ്രോപ്പ് ആൽക്കഹോളൊക്കെ കുട്ടികളെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ മൊബൈൽ ഫോൺ അവർക്ക് കളിക്കാൻ കൊടുക്കുക എന്നുള്ളത്. ഗ്രാജ്വലി കുട്ടികൾ അതിൻ്റെ അഡിക്ഷൻ ആവുന്ന, അത് പിന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവത്തിലേക്ക് പോകുന്നു. മൊബൈൽ അഡിക്ഷൻ വിവിധ തലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ചിന്തകളെ, ക്രിയേറ്റിവിറ്റിയെ എല്ലാം അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് വിചാരിക്കുന്ന, ഇൻ കേസ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കുക. അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ തെറാപ്പികളൊക്കെ നിങ്ങൾക്ക് പോവാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലഹരി എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് അതിലേക്ക് പോവാതെ ഇരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വൺസ് അതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാനും കാര്യങ്ങളൊക്കെ. ഒന്ന്, ഈ സപ്പോർട്ട് കുറഞ്ഞ ആൾക്കാർക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം, ഇതിലേക്കൊക്കെ പോവുക. അപ്പോൾ വേണ്ടൊരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരെ പഠനത്തിൻ്റെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പ് വരുത്തുക. ഫാമിലിയിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കുക. നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ ചോദിച്ച് അറിയാനും കണ്ടറിയാനൊക്കെ പഠിക്കുക. അത് വലിയൊരു സപ്പോർട്ടാണ് ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിൽ എപ്പോൾ സപ്പോർട്ട് കുറഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു സപ്പോർട്ടിലേക്ക് പോകുന്നതാണ് ലഹരിയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്ന. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. വീണ്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.